ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബൂസ്റ്റ് കൊണ്ടൊരു ഫുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്ന് ഞാൻ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് 4 ടീസ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ കോൺഫ്ലവറാണ്. അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാല് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൽ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നോക്കാം. അപ്പം നമ്മുടെ പാല് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല മിക്സ് ആക്കണം. ഇതല്ലെങ്കിൽ അടിയിലോട്ട് പിടിച്ചിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്ത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ്. പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ്. നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഒരു 4 മണിക്കൂർ മാക്സിമം വേണം. അപ്പം നമ്മൾ ഫ്രീസറിലല്ല വയ്ക്കണം, സാധാരണ ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത്. അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നല്ല തളിര് പോലെ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.